ഹായ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട രണ്ടൊന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ്. ബിലാമിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് INS ദ്രോണാചാര്യരുടെ ഉപഹാരം, നേവി ID കാർഡ്, ബാഡ്ജ്, വയർലെസ് സെറ്റ്. ഇവൻ ആരാണ് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിൽ നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 18 ലക്ഷം രൂപ തട്ടി RSS പ്രവർത്തകൻ അറസ്റ്റിൽ. ഇതൊന്നും നമ്മുടെ മലൻ നമ്പ്യാർ കണ്ടു കാണത്തില്ലായിരിക്കും അല്ലേ. ഒരു വാർത്തയും കൂടെ ഉണ്ട്. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ മോഷണം, പ്രതി പിടിയിൽ. കൊള്ളാം, നല്ല വാർത്തയാണ്. ഇതാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത. രാമക്ഷേത്ര കൊള്ള. ഇതിനകത്ത് സംഭാവന നൽകിയവർ മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്ന് BJP വക്താവ്. കൊള്ളാം അല്ലേ. അതായത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി സംഭാവനകൾ കൊടുത്തിട്ടുള്ള ആളുകൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി, വേറെ ആരും ഒരക്ഷരം പോലും ഇതിനെക്കുറിച്ച് മിണ്ടണ്ട എന്നാണ് തമ്പ്രാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരും ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചെയ്യാനോ അന്വേഷിക്കാനോ പോകാൻ പാടില്ല എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 60 കിലോ വെള്ളിയും 200 കോടിയിൽ മേലെ പണവുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും RSSന്റെ പ്രവർത്തകർ കട്ടെടുത്തിരിക്കുന്നത് കേട്ടോ. ശ്രീരാമന്റെ പൈസയാണ് ഇവരെല്ലാം കട്ടെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാർ നേതാക്കന്മാരും സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാട്ടൊക്കെ പാടി നടന്നായിരുന്നു. ഇപ്പം ദേ ചേച്ചിയൊക്കെ കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറക്കുക. കാരണം എങ്ങാനും ഉണർന്നു പോയാൽ, ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചു പോയാൽ ചേച്ചി വെട്ടിലാകും. അതുകൊണ്ട് ചേച്ചി ഉറക്കമാണ്, ബാക്കിയുള്ളവരൊക്കെ ഒളിവിലാണെന്നാണ് കേട്ടത്. കാരണം എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ വൺ ഉണ്ടല്ലോ, ഇവർ സാധാരണ പറയാറുള്ള മറ്റേ അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടത്തിയിട്ട് വർഗീയത പറയുന്നു എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, ലവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ലവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഉറക്കമാണ്, ബാക്കിയുള്ളവർ ഒളിവിലുമാണ്. ഈ ക്ഷേത്രമോഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്തൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ജിൻഡോ ജോൺ അല്ലേ, ജിൻഡോ ജോൺ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ചതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോ ഇവര് ചോദിക്കുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടോന്ന്. പരാതി ഉണ്ടായിട്ട് എന്താണ് കാര്യം? വല്ല കാര്യമുണ്ടോ? പരാതി ഉള്ളവരെ നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അത്താഴ പഷ്ണിക്കാരൻ വല്ലതും തിന്നതിന്റെ പേരില്, എന്തെങ്കിലും വസ്ത്രം ധരിച്ചതിന്റെ പേരില് നിങ്ങൾ അവരെ ബുൾഡോസർ എടുത്ത് അവരുടെ വീടും കെട്ടിടവും ഒക്കെ പൊളിക്കൂലേ? ഈ രാമന്റെ സ്വത്ത് കട്ടവരുടെ ആ ആഫീസിൽ ബുൾഡോസർ കയറ്റാൻ തോന്നുന്നില്ലല്ലോ. ബുൾഡോസർ രാജ ആർക്കെതിരെ നടത്തരുതെന്നാണ് എന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. പക്ഷേ അതാ ഞാൻ ചോദിച്ചേ, അപ്പൊ എങ്ങനെയാ ബുൾഡോസർ അങ്ങോട്ട് പോകുന്നത്? ചമ്പത്ര ആരാണ്? VSPയുടെ സ്ഥാപക നേതാവ്, RSSന്റെ ടോപ്പ് ബ്രാസ് നേതാവ്. അപ്പോ JCBക്ക് ഇറക്കും അങ്ങോട്ട് പോകാൻ, ഉരുളില്ല അങ്ങോട്ട്. അത് തന്നെയാണ്. അപ്പൊ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഏതെങ്കിലും പാവം പിടിച്ച മനുഷ്യരെ, തെരുവിൽ കിടക്കുന്നവരെ, ചേരിയിൽ കിടക്കുന്നവരെ, ഒരു ഷെഡ് കെട്ടി കിടക്കുന്നവരൊക്കെ ബുൾഡോസർ വിട്ട് പേടിപ്പിക്കും. രാമനെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരെ പതിറ്റാണ്ടുകളോളം കൊലയ്ക്ക് കൊടുത്ത, കലാപത്തിന് തീ കൊളുത്തിയ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പാക്കിയതിനു ശേഷം അവിടെ കൊള്ളയടിക്കുമ്പോ പറയാ ഞങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെച്ചത്, ഞങ്ങൾക്ക് ഇതിൽ ഒരു ബന്ധവും ഇല്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, CAGയുടെ കണക്കെടുപ്പ്, സകലമാന പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ രാജ്യത്തെ സകല മനുഷ്യരെ നിരീക്ഷിക്കുന്ന ED, KD, CBI, പിന്നെ സകലമാന പരിപാടിക്കാരും സകല യുദ്ധമുന്നണി ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ പാവപ്പെട്ട, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓട്ടോക്കാരന്, ഡ്രൈവർക്ക്, മറ്റേ താൽക്കാലിക ജീവനക്കാർക്കൊക്കെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ പറ്റുന്നത്? പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് അവിടെ ഭരിക്കാനിരുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ വലിയ സംരക്ഷണം? നിങ്ങൾ ഉണരണം എന്ന് പറഞ്ഞ രാജ്യത്തുള്ള സകല മനുഷ്യരെ ഉണർത്താൻ നടന്നാണല്ലോ. ഇപ്പൊ ഒരു ഉണരലുമില്ലല്ലോ, ഉറക്കം നടിച്ചു കിടക്കാണല്ലോ. എല്ലാ സകല വിഷപ്പാമ്പുകളും ചുരുണ്ടുകൂടി ഉറക്കം നടിച്ചു കിടക്കുക. രാമക്ഷേത്രം കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് രഥയാത്ര നടത്തണ്ടേ? രാമന്റെ സ്വത്ത് കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് ഒരു പരാതിയുമില്ലേ? നിങ്ങൾ എന്താ കലാപം നടത്താത്തത്? നിങ്ങൾ എന്താ ജാഥ നടത്താത്തത്? നിങ്ങൾക്ക് ഒരു പ്രതിഷേധമില്ലല്ലോ, ഒരു പ്രസംഗമില്ലല്ലോ. പണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന വാർത്ത പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നത് അന്നത്തെ വൈസ്രോയെ മറ്റോ പറഞ്ഞതെന്ന്. ഭാഗ്യം അതൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെയാണ് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട്, വീണ്ടും പറയാ, അനുഗ്രഹം കൊണ്ട് ഇതൊരു ക്രിസ്ത്യാനി മുസ്ലിമിന്റെ പേരൊന്നും ഇതിൽ പരാമർശിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ മനസമാധാനത്തോടെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? കൊടുത്തു. VHPയുടെ നേതാവിന് വയറ് നിറച്ച് നമ്മുടെ ജിൻഡോ ജോൺ കൊടുത്തിട്ടുണ്ട്.
രാജ്യത്തിന്റെ പൈതൃകമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അവിടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികൾ നൽകിയിട്ടുള്ള പണം കൊണ്ട് ഗംഭീരമായ രീതിയിൽ ഒരു ക്ഷേത്രം, രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിതു. ഏതാണ്ട് 5-6 വർഷമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം വന്നിട്ട് അതിന്റെ ഭരണസമിതിയിലും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം RSSന്റെ മുതിർന്ന നേതാക്കന്മാരും VHPയുടെയും സംഘപരിവാറിന്റെയൊക്കെ ആളുകളാണ്. ഇതിനകത്ത് സംഘപരിവാറിന്റെ ആളുകളാണ് ഈ പറയുന്ന ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവരൊരു 200 കോടിക്ക് മുകളിൽ അങ്ങോട്ടാണ്, അതിന്റെ വ്യക്തമായിട്ടുള്ള കണക്ക് ഇതുവരെ വന്നിട്ടില്ല, 60 കിലോ വെള്ളിയും നൈസായിട്ട് അവരങ്ങ് അടിച്ചുകൊണ്ട് പോയി. ചോദിക്കാനും പറയാനും ഇവിടെ ഒരുത്തനുമില്ല. നേരെ ജിൻഡോ ജോൺ പറഞ്ഞ കണക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് രാജ്യം നിന്ന് കത്തിയതിന്, വർഗീയ കലാപങ്ങൾ ഉണ്ടായതിന്. ഇതിന്റെ പേരിൽ ബുൾഡോസർ എടുത്ത് നമ്മുടെ യോഗിജി എന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കംപ്ലീറ്റ് വീട് സ്ഥലമൊക്കെ ഇടിച്ചു പൊളിച്ച് കുഴിച്ചങ്ങ് മൂടിയനായിരുന്നു. ഇപ്പൊ ഇവന്മാർക്ക് ഒന്നുമില്ല പറയാൻ. കേരളത്തിലുള്ള BJPയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ വേട്ടാവളിയന്മാരെല്ലാം ഉറക്കവുമാണ്. ചേച്ചിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് പോലില്ല. ഇത് അറിഞ്ഞ അന്നത്തെ ദിവസം ചേച്ചിയുടെ ബോധം പോയെന്നാണ് പറയുന്നത്. ഇതുവരെ ബോധവും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി ഉണർത്താനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇനി നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് ചേച്ചീനെ ഒന്ന് കുത്തിപ്പോക്കി ഉണർത്തി ഒന്ന് ഇരുത്തിയാൽ, ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വിവരിച്ചു കൊടുത്താൽ വായിന്ന് 1-2 വീണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരവസ്ഥ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ, അവർ തെരുവുകളിൽ ഏതെങ്കിലും ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഈ തീവ്രവാദികൾ ആയുധങ്ങളും ഏന്തി വന്ന് ആ പാവം പിടിച്ചവൻ്റെ കടയും ഒക്കെ തല്ലിപ്പൊളിച്ചവൻ്റെ കിടപ്പാടലി പൊളിച്ച് കളയുന്ന എത്രയോ സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ പോലും അവരാരും തയ്യാറല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വർഗീയവാദി, നമ്മൾ തീവ്രവാദി, നീയൊക്കെ എത്ര നാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും? ഇവിടുത്തെ മതങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഇതുപോലത്തെ കപട മതേതരവാദികൾ നമ്മുടെ രാജ്യത്തിന് അപമാനമാണ്. നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ്. എന്തായാലും ജിൻഡോ, ബിഗ് സല്യൂട്ട്. ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.